ഹായ് ഗൈസ്. ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയ പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ്. ഫിലിം റിവ്യൂ ആയിട്ട് നിങ്ങൾ നോക്കരുത്. നമ്മളൊരു സിനിമ കണ്ടു, നമ്മുടെ ഒരു അഭിപ്രായം അല്ലേ നമ്മൾ ഇവിടെ ഒരു ചാനലിൽ പറയുന്നു. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാനലിൽ ഫിലിം റിവ്യൂസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പം നമ്മളിന്ന് കണ്ട പടം പടക്കളം എന്ന് പറഞ്ഞൊരു പടമാണ്. പടം എനിക്ക് വർക്കായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കോമഡി, എന്താ പറയാ, ഫൺ എന്റർടൈനർ ആയിരുന്നു. എലമെന്റ്സ് ഒന്നും അധികം ഇല്ലെങ്കിലും ലൈക്ക് നമുക്ക് ത്രൂ ഔട്ട് ഒരു ബോറടി ഇല്ലാതെ ഫാമിലിയായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല ഫാമിലി എന്ന് വെച്ചാൽ നമുക്ക് ഫാമിലി ആയിട്ടിരുന്ന് കണ്ട് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. 2.5 മണിക്കൂർ പോണതേ അറിയില്ല. ഭയങ്കര എന്റർടൈനർ ആണ്. ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. അതെ, നമ്മളിത് ഒരു സിനിമ കൂടെ കാണാനുണ്ട്. നാളെ സർക്കിട്ടും കൂടെ കാണുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങളോട് പറയുന്നതാണ്. പിന്നെ എനിക്ക് പടം അത്യാവശ്യം നല്ലപോലെ വർക്കായി. അത്യാവശ്യം നല്ല പെർഫോമൻസസ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയാണ്. രാജേഷ് മുരുകേശനാണെന്ന് തോന്നുന്നു. കട്ട്സ് കിടിലായിരുന്നു. എന്ന് വെച്ചാൽ ഈ സിനിമക്ക് വേണ്ട രീതിയിൽ മ്യൂസിക്കും കട്ട്സും എല്ലാം. അതെ, സിനിമാറ്റോഗ്രഫി ആണെങ്കിലും നേരാണ്. ഈ പറഞ്ഞ മാതിരി ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം വെറുതെ ആവശ്യമില്ലാത്തതെന്ന് തോന്നുന്ന സീൻസ് ഒന്നും ഇല്ല. കാരണം എൻഗേജിങ് ആണ്, ഭയങ്കര എൻഗേജിങ് ആണ്. കിടിലുമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ബോറടിക്കുന്നില്ല. അങ്ങനത്തെ ഒരു നല്ലൊരു എന്റർടൈനർ പടമാണ്. പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സംവിധാനം ചെയ്തേക്കുന്ന മനു സ്വരാജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കക്ഷിയാണ്. പുള്ളിയുടെ ഫസ്റ്റ് ഡെബ്യൂ ആണെന്നാണ് വിക്കിപീഡിയ പറയുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും അധികം കിട്ടില്ല. ഡെബ്യൂ ഡയറക്ടറാണെന്നാണ് കേട്ടത്. അതെ, പിന്നെ റൈറ്റിംഗും പുള്ളി തന്നെയാണ്. റൈറ്റിംഗ് ക്രെഡിറ്റ്സും പുള്ളിയിൽ തന്നെയാണ് ഉള്ളത്. ഒരു കക്ഷിയും കൂടെ ഉണ്ട്. ഇതൊന്നും ആരാ നമുക്ക് അറിഞ്ഞൂടെ ബേസിക്കലി. പറഞ്ഞോളൂ. പിന്നെ മ്യൂസിക് രാജേഷ് മുരുകേശൻ അടിപൊളിയാണ്. ചില സീനിലൊക്കെ പുള്ളി, എസ്പെഷ്യലി ഷറഫുദ്ദീന്റെ ചില സ്ലോ മോഷൻ വാക്കും പരിപാടികളുണ്ട്. അതിലൊക്കെ ഭയങ്കര ഒരു പോർഷൻ സാധനം, ഒരു ഹൈപ്പ്, ഒരു സാധനം ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു എലമെന്റ് ഉണ്ട് ഈ സിനിമയിൽ. അപ്പൊ ആ സാധനം ഡിമാൻഡ് ചെയ്യണ ഒരു മ്യൂസിക് കിട്ടിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാധനം പോവും. അതെ, ആ ഒരു പഞ്ച് പോവും. ആ നടത്തത്തിന്റെ ഭയങ്കര ഒരു മാസി ഒരു സാധനം ആവരുത്, പക്ഷെ ഭയങ്കര ഡൗൺ ആവരുത്. പക്ഷെ അതൊരു മീഡിയത്തിൽ പിടിക്കണം. ഭയങ്കര നൈസായിട്ട് ബിജിഎം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സമയത്തുള്ള വിഷ്വൽസ് ആണെങ്കിലും പിന്നെ ഷറഫുദ്ദീന്റെ പെർഫോമൻസ് ആണെങ്കിലും എനിക്ക് ആക്ച്വലി ഫസ്റ്റ് ഹാഫിൽ നൈസായിട്ട് പുള്ളി വർക്ക് ചെയ്ത് വരുന്ന ഒരു സാധനം പോലെ തോന്നി. സെക്കൻഡ് ഹാഫിൽ അത്രയ്ക്ക് ഉണ്ടായില്ല, ഒരു ഇച്ചിരി ഡൗൺ ആയ പോലെ തോന്നി. സെക്കൻഡ് ഹാഫിൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു സന്ദീപാന്ന് തോന്നുന്നു. സന്ദീപ് അടിപൊളി പെർഫോമൻസ്. അപ്പം ഫസ്റ്റ് ഹാഫിലും കിടുവാണ്, സെക്കൻഡ് ഹാഫിലും അടിപൊളിയാണ്. ഈയിടെയായിട്ട് ഇറങ്ങിയ ഒരു സിനിമകളിൽ വെച്ച് സന്ദീപിന്റെ പെർഫോമൻസ് ഭയങ്കര, ജിംഖാനിലും ഭയങ്കര അടിപൊളിയാണ്. ജിംഖാന നൈസാണ്. നസ്ലന്റെ കൂടെ നിൽക്കുന്ന ലെവലിൽ ചെയ്തത്. പക്ഷെ ഇതിൽ വന്നപ്പം ഫാലിമിലാണെങ്കിലും അത്യാവശ്യം അടിപൊളിയാണ്. ഇനി ഒരു ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാൻ രണ്ട് സൂപ്പർ ആക്ടേഴ്സ് ആണ് നസ്ലനും സന്ദീപ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ സന്ദീപൻ ആക്ച്വലി പുള്ളിനെ എനിക്ക് ഫസ്റ്റ് ഹാഫിൽ ഒരു മാനറിസം, സെക്കൻഡ് ഹാഫിൽ വേറൊരു മാനറിസം. പിന്നെ നമ്മള് സ്പോയിലർ ആയതുകൊണ്ട് ബാക്കി പറയുന്നില്ല. പക്ഷെ സന്ദീപ് അവനെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു പടം ഷോൾഡർ ചെയ്യാൻ പറ്റും തോന്നുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ആക്ച്വലി വെബ് സീരീസ് കണ്ടിട്ടുണ്ട് പുള്ളിന്റെ നേരത്തെ സബ് ഒറിജിനൽസിൽ. അവിടെ വെച്ച് തന്നെ നൈസ് ആയിരുന്നു പുള്ളി. അത് ഞാൻ കണ്ടിട്ടില്ല ഏതായാലും. പക്ഷെ കൊള്ളാം, എന്റെ പെർഫോമൻസ് നൈസ് ആയിരുന്നു. പിന്നെ സുരാജ് അത്യാവശ്യം നൈസ് ആയിട്ട്, സ്പേസ് അല്ല, പക്ഷെ പുള്ളിനെ കുറെ നാളായിട്ട് പുള്ളിക്ക് ലൈക്ക് നമുക്കറിയാലോ അത്രയും സുഖമായിട്ടുള്ള ആക്ടർ ആയതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. പുള്ളി ചെയ്തു വെച്ച സാധനം നൈസായിട്ട് ചെയ്തു. പക്ഷെ പുള്ളിക്ക് അങ്ങനെ ഒരുപാട് പെർഫോം ചെയ്യാനുള്ള പരിപാടി ഇല്ല. നമുക്ക് ആക്ച്വലി പറഞ്ഞാൽ സന്ദീപിനും ഷറഫിനും പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ സുരാജിന് ചില എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലോ, പഴയ ദശമൂലം താമു കാലത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. സ്പെസിഫിക്കലി സെക്കൻഡ് ഹാഫിൽ ഒരു റീ എൻട്രി പോലത്തെ ഒരു സാധനം, ഇടിവിട്ട് സാധനം വരുന്നത്. അവിടെ ഒരു മെയിൻ പോർഷൻ ആണ് സിനിമയുടെ. അത് പോയിക്കുന്ന സിനിമയുടെ ആ ഒരു ഇന്റൻസിറ്റി പോകും. അതൊരു സുരാജ് പഴയ ഹ്യൂമർ സാധനം ചെയ്ത ആ ഒരു വൈബ് പടത്തിൽ കിട്ടിയിട്ടുണ്ട്. പുള്ളി ഭയങ്കര സീരിയസ് പരിപാടിയാണ് കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷെ ഭയങ്കര ഹ്യൂമർ അത്യാവശ്യം പിന്നെയും സുരാജ് തുടരട്ടെ. അതെ, എന്നുവെച്ചാ പുള്ളി അത് ഒന്നിലും അങ്ങ് സെറ്റ്, എന്ന് വെച്ചാ എന്താ പറയാ, ഒന്നും അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോവാണ്ട് ഇടയ്ക്ക് ഇതുപോലത്തെ നൈസ് സാധനങ്ങളൊക്കെ ഇട്ട് ആ ഒരു പരിപാടിയിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ പുള്ളി അടിപൊളിയാണ്. പുള്ളി ഹ്യൂമർ വിട്ടിട്ടില്ല എന്നുള്ള കാര്യം കിടിലാണ്. അതെ, അത് നല്ലതാണ്. കാരണം പുള്ളിനെ ഒരുപാട് ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാരിട്ടുണ്ട്, സീരിയസ് മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ പുള്ളി ഹ്യൂമർ കിട്ടിയ പുള്ളി അടിപൊളിയാണ്. അത് ഈ പടത്തിൽ 1-2 സീനും ഉണ്ട്. പുള്ളി തറമാതിച്ച് പോയിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള സന്ദീപാണ്. സന്ദീപിന്റെ ഇവര് മൂന്നാണ് മെയിൻ. പിന്നെ ഇവരുടെ ഫ്രണ്ട്സ് ആയിട്ട് ഒരു 2 പേരുണ്ട്. അതിൽ 3 പേരുണ്ട്. ഒരാൾ അരുൺ പ്രദീപാണ്, നമ്മുടെ റീലിലൊക്കെ ഇട്ട് ഭയങ്കര കരിക്കലൊക്കെ ഉള്ള ആളാണ്. പുള്ളി നൈസായിരുന്നു. പിന്നെ ഉള്ളൊരു കക്ഷി എനിക്ക് സാഫ് ബോയ് ഉണ്ട്. പിന്നെ മറ്റേ ഒരു കക്ഷിയുണ്ട്. ആ കക്ഷി പെർഫോമൻസ് വൈസ് അടിപൊളി. ഇവിടെ പേര് എനിക്കറിയത്തില്ല. പൂക്കാലത്തിലൊക്കെ ഉണ്ട്. പൂക്കാലം എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്.
പിന്നെ പുള്ളി ബ്രഹ്മയുഗത്തിന്റെ ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പുള്ളിനെ കണ്ടു. എനിക്ക് തോന്നുന്നു പുള്ളി അതിന്റെ ടൈറ്റിൽസ് മറ്റേ ഈ പ്രൊമോഷണൽ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്ത പുള്ളിയാന്ന് തോന്നുന്നു. കാരണം അതിന്റെ ഇന്റർവ്യൂസിൽ ഞാൻ പുള്ളിനെ കണ്ടായിട്ട് ഓർക്കുന്നുണ്ട്. ഏതായാലും ആക്ടിംഗ് വൈസ് പുള്ളി നൈസാണ്. ഫ്രണ്ട്സ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. ത്രൂ ഔട്ട് സിനിമയിലുണ്ട്, പക്ഷെ നൈസായിട്ട് പെർഫോം ചെയ്ത ഒരു കാര്യങ്ങൾ നീറ്റായിട്ട് കേട്ടിട്ടുണ്ട്. കാരണം ഇവരാണ് മെയിൻ കോമഡി കണ്ടന്റ് ഒക്കെ ചെയ്ത്. ഈ കോമഡി കണ്ടന്റ് ചെയ്യുന്ന സഹതാരങ്ങളുടെ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇവർ അലമ്പാക്കും, പക്ഷെ ഇത് ഒരു നൈസ് ഒരു മീറ്റർ പിടിച്ച് ഭയങ്കര നീറ്റായിട്ട് ചെയ്തു പോകുന്ന ഒരു പരിപാടിയാണ് ഇത്. നമുക്ക് ഒട്ടും എന്താ പറയാ ഇതെന്ത് ക്രിഞ്ചാണെന്നുള്ള ഫീല് നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ കോമഡീസ് ആക്ച്വലി സിനിമയിൽ കുറവാണ്, എല്ലാം നല്ല നൈസ്. പിന്നെ ഒരു സീനുണ്ട്, അതായത് മറ്റേ ഒരു ടീഷർട്ട് ഗ്ലോ ചെയ്യുന്ന ഒരു സീനുണ്ട്. അത് ഇടിവെട്ട സീനായിരുന്നു. തിയേറ്റർ തല കൊത്തിന് വന്നിരിക്കുന്ന സീനായിരുന്നു. അത് കിടില സീനായിരുന്നു. അത് ഞാൻ പിന്നെ കണ്ടത് മറ്റേ പത്മയില് സ്ക്രീൻ 1 ആയിരുന്നു. അവിടെ സാധാരണഗതിയിൽ അവിടെ ഫാമിലി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുമാതിരി അലമ്പ് ക്രൗഡാണ് എന്ന് വെച്ചാൽ അവര് മിണ്ടാറില്ല. പക്ഷെ ക്രൗഡ് കിട്ടുമായിരുന്നു. നല്ലൊരു ഫുൾ യൂത്ത് ക്രൗഡായിരുന്നു. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ കിടിലമായിരിക്കും. പിന്നെന്താ പറയാനുള്ളത്? ഫൺ എന്റർടൈനർ ആണ്. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ ആണ്. OTT കണ്ടാൽ എനിക്ക് തോന്നുന്നില്ല ഇത്ര ഒരു അതുപോലത്തെ അതെ അല്ല തോന്നാൻ ചാൻസ് ഉണ്ട്. കാരണം OTT കണ്ടാൽ തിയേറ്റർ മെറ്റീരിയൽ ആണ്. കാരണം അതുപോലെ ചില സീനുകളിലൊക്കെ BGM ഒക്കെ ഭയങ്കര കിടിലോട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ പൂജ മോഹൻരാജ് എന്നുണ്ടല്ലോ ഒരു ആക്ട്രസ് ഇല്ലേ, പുള്ളിക്കാരി 2 ആക്ട്രസ് ഉണ്ട്. മറ്റേ പുള്ളിക്കാട് വരുന്ന ആരാണ്? മറ്റേ സന്ദീപിന്റെ നിരഞ്ജന അനൂപ്, പുള്ളിക്കാരി കൊള്ളാം. പിന്നെ ഒരു ക്യാരക്ടർ ഉണ്ട് നമ്മുടെ മാർക്കോലല്ലേ പുള്ളി, മറ്റേ ബ്ലൈൻഡ് ആയിട്ടുള്ള കക്ഷിയുണ്ട്. പുള്ളി കുഴപ്പമുണ്ടായിരുന്നില്ല. പുള്ളി ആക്ച്വലി ഒരു ബെസ്റ്റി കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. പക്ഷെ പുള്ളി അത് ആ ഒരു മീറ്റർ പഠിച്ച് അത് കുഴപ്പമില്ല. അല്ല പുള്ളി ഒരുവിധം മീറ്റർ പഠിച്ച് പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിരഞ്ജനാനൂപ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പൂജ മോഹൻരാജ് എന്നാണ് തോന്നുന്നു, നമ്മുടെ ആവേശത്തിലൊക്കെ ഉള്ളൊരു ആളുണ്ടായിരുന്നു. ആള് നൈസായിരുന്നു. ആളുടെ സാധാരണഗതിയിൽ എനിക്ക് ആളുടെ അത്ര കൺവിൻസിങ് ആവാറില്ല. പുള്ളിക്കാരിനെ ഒരു ഇതിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഉള്ള സീനില് പുള്ളിക്കാരി നൈസായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ നിനക്ക് എന്താ പടത്തിൽ വേറെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ്? പടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്ദീപിന്റെ പെർഫോമൻസ് ആക്ച്വലി. അതായത് ഫസ്റ്റ് ഹാഫില് ഒരു കൈൻഡ് ഓഫ് ഒരു മാനറിസമാണ്. സെക്കൻഡ് ഹാഫിൽ വരുമ്പം ഭയങ്കര ഉൾട്ടയായിട്ട് വേറൊരു മാനറിസമാണ്. അത് ബോറാക്ക എന്നുള്ളൊരു സാധനമാണ്, ഓവറാവുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ അത് നീറ്റായിട്ട് അത് പെർഫോമൻസ് നമുക്ക് കുറെ സ്ഥലത്ത് നമുക്കിപ്പോ വേറെ ആക്ടേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് എന്താ പറയാ തിയേറ്റർ കയ്യടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയും ഇന്റൻസിറ്റി അല്ലെങ്കിൽ അത്രയും പെർഫെക്ഷനിൽ ചെയ്തേക്കണോണ്ട് ചെയ്യണില്ല. പുള്ളിയുടെ എക്സ്പ്രഷൻ ജസ്റ്റ് ഇങ്ങനെ കണ്ണുവെച്ച് നോക്കുന്ന ആ സീൻ പോലും കയ്യടി വരുന്നുണ്ടെങ്കിൽ അത്രയും സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സന്ദീപിന്റെ ഏറ്റവും കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് സിനിമ ഇതുവരെ ഉള്ളതിൽ ബെസ്റ്റ് ആയിരിക്കും തോന്നുന്നു. കാരണം ഒന്നാമത്തെ കാര്യം സന്ദീപ് അധികം പടമൊന്നും ആയിട്ടില്ല. നിസ്സാര പടം കൊണ്ട് തന്നെ അത്യാവശ്യം ഓഡിയൻസ് നല്ലപോലെ ചെയർ ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളിക്ക്. അതുകൊണ്ട് നീറ്റാണ്, നല്ല പടം. എനിക്ക് വേറെ 1-2 സീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ സ്പോയിലർ ആയതുകൊണ്ട് പറയുന്നുണ്ട്. 1-2 സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്പോയിലർ ഇല്ലാണ്ട് പറയുകയാണെങ്കിൽ പെർഫോമൻസ് വൈസ് BGM ചില സീനിൽ ഷറഫുദ്ദീന്റെ ചില എക്സ്പ്രഷൻസ് ഭയങ്കര കിടുവായിരുന്നു ഫസ്റ്റ് ഹാഫിലും. എനിക്ക് സെക്കൻഡ് ഹാഫിൽ കുഴപ്പമില്ലാണ്ട് തോന്നി. എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു നൈസ് ഒരു ചില സാധനങ്ങൾ അത്യാവശ്യം നമ്മൾ കണ്ടു പഴകിയ ലൈക്ക് കൂടുതലും കോമിക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടേക്കണം. ഇത് അങ്ങനത്തെ ടൈപ്പല്ല, കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡ് എന്നൊക്കെ പറയാം. കുറച്ചും കൂടെ ഒരു മാറ്റി പിടിച്ചിട്ടുണ്ട്. ചിലർക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചെറിയൊരു മീറ്റർ ഉള്ളൂ, ആ മീറ്ററിൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. പുള്ളി ഇത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് അപ്പം നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പം ബാക്കി വീഡിയോസായിട്ട് ഫ്യൂച്ചറിൽ കാണാം. ഓക്കെ ബൈ.